ചർച്ചയിലേക്ക് ശ്രീമതി ഭാഗ്യലക്ഷ്മി, നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഞാൻ ശ്രീ പ്രേംചന്ദിനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് കൂടുതൽ അറിയാനുള്ളത്. ആ നിലയ്ക്ക് സൗഹൃദത്തിൻ്റെ പിന്തുണ മാത്രമാണ് ഈ നടിക്ക് കിട്ടുന്നത് എന്ന് കൃത്യമായി സമൂഹം വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അങ്ങനെ കുറേ പേരുകൾ മാത്രമാണ് നമുക്ക് എണ്ണിപ്പെറുക്കി പറയാനുള്ളത്, സിനിമയുടെ പേരല്ല. അപ്പോൾ പിന്നെ പൃഥ്വിരാജിൻ്റെ ഇന്നത്തെ ഈ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം സിനിമയെ മാറ്റുന്ന ഒന്നാവുമോ? അത് ഓരോരുത്തരുടെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൃഥ്വിരാജ് എടുത്ത നിലപാട് എല്ലാവരും എടുക്കണം എന്നില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ഒരുപക്ഷെ പൃഥ്വിരാജ് ഇനി മുതൽ അങ്ങനെ തീരുമാനിക്കും. കാരണം എപ്പോഴും ചില വാക്കുകൾ പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷേ മറ്റു പല നടന്മാരും ചിലപ്പോൾ സംവിധായകരുടെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളുടെ ഒക്കെ ഇച്ഛയ്ക്കനുസരിച്ച് ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും. അതൊരു വ്യക്തികളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ പൂർണ്ണ വിശ്വാസമില്ല. പൃഥ്വിരാജ് ചെയ്യില്ല എന്നല്ല, ഇൻഡസ്ട്രി മുഴുവനും അതിനെ പിന്തുടരും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. അതാണ്. അപ്പോൾ ഒരു സംഘമാണ് ഇപ്പുറത്തുള്ളത്, ഒരു വലിയ സംഘം, കരുത്തരായ മറ്റൊരു വലിയ സംഘം സിനിമയിലുണ്ട് എന്ന് പറഞ്ഞു പോകുന്നതിന് ഈ പറഞ്ഞ വിലക്കുകളെയും മാറ്റി നിർത്തലുകളെയും ഒക്കെ ഭയക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കരുത്തരായ ഒരു സംഘം അവിടെയുണ്ട്. ആ സംഘത്തിന് ഈ മുൻവിധികളിലേക്ക് സംസ്ഥാന സർക്കാരിനെ കൂടി നിയന്ത്രിക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നോട് പലപ്പോഴും എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയം കൂടാതെയാണ് നിങ്ങളെപ്പോഴും സംസാരിക്കുന്നതെന്ന്. എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കില്ല. അത് ഞാൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം മാത്രം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ അതിശക്തരായ ആരോ ഉണ്ട്. അത് മാത്രം എനിക്കറിയാം. തീർച്ചയായും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും ശക്തരായ ആരോ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുമ്പോഴാണ് ശക്തരായ സിനിമാക്കാർ ഒറ്റക്കെട്ടായി മൗനത്തിൻ്റെ വാൽമീകത്തിലിരിക്കുന്നത്. അവരതിന് പറയുന്ന കാരണം മാധ്യമങ്ങൾ അവരെ വല്ലാതെ വിമർശിക്കുന്നു എന്നതാണ്. അങ്ങനെ സങ്കടം പറഞ്ഞ്, അങ്ങനെ പരിഭവം പറഞ്ഞ് മാറിയിരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ സിനിമാക്കാർക്ക് എന്ന് കരുതുക വയ്യ. പക്ഷേ അവരിലൊരു കരുത്തരുടെ ഒരു സംഘമുണ്ട് എന്നത് ഏതായാലും ഉറപ്പിക്കാം. അവർക്ക് ഏത് നിലവാരത്തിലുള്ള സ്വാധീനം ചെലുത്താനുള്ള ശേഷിയുമുണ്ട് എന്നും ഉറപ്പിക്കാം. ഒരുപക്ഷെ അവരിലാരും ഈ നിലയ്ക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ പോകുന്ന തെമ്മാടിത്തം കാണിച്ചവരുണ്ടാവില്ല. പക്ഷേ അവരിലേക്ക് ചർച്ചകൾ നീളുന്നത്, അവരുടെ മുൻകാല ചെയ്തികളെ വിമർശിക്കുന്നത്, ഈ നടിക്ക് തന്നെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടലുകളെ വിമർശിക്കുന്നത് ഒക്കെ അവർക്ക് വലിയ പരാതിക്ക് കാരണമാവുന്നുണ്ട്. ആ ഒരു അവസ്ഥ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് മുന്നിലുള്ളപ്പോൾ ആ ഒരു അവസ്ഥയുടെ പ്രതിഫലനമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പോലും കണ്ടത് എന്ന് കരുതാം. അല്ല, തമിഴ്നാട്ടിലെ പോലെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ കേരളത്തിൽ അത്ര അഭേദ്യമായ ബന്ധം ഇല്ല എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ സിനിമക്കാരുടെ രാഷ്ട്രീയ സ്വാധീനം വളരെ വലുതാണ്. അത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതല്ല. അവർക്ക് വലിയ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇതിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പോലും സ്വീകരിക്കപ്പെടാറുണ്ട്. കളക്ടർമാരുടെ സ്ഥലമാറ്റത്തിൽ എല്ലാവരുടെയും പേരൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും ചർച്ചയിലൂടെ വന്നൊരു കാര്യമുണ്ട്. അദൃശ്യനായ ഒരു ശക്തി, നല്ല ശക്തിയുള്ള ഒരാൾ തന്നെ, അത് ആണാകാം പെണ്ണാകാം, നമുക്കറിയില്ല, ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകണം. ആ ആളെ സംരക്ഷിക്കണം എന്ന താല്പര്യം നമ്മുടെ സിനിമാ രംഗത്തുള്ളവർക്ക് ഉണ്ട് എന്ന് പല പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ഭരണകൂടത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും സ്വാധീനിക്കുന്നതിനുള്ള ശക്തിയുമുണ്ട്. അവരുടെ സ്വാധീനത്തിന് വഴങ്ങി അല്ല ഇപ്രകാരം ഒരു പ്രസ്താവന ഉണ്ടായത്. അത് സ്വാഭാവികമായ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ അന്വേഷണം നീണ്ടുപോകും എന്നാണ് നമുക്ക് കരുതേണ്ടത്. തീർച്ചയായും. ശ്രീമതി തനുജ ഭട്ടതിരി, പൃഥ്വിരാജിൻ്റെ നിലപാടിനെക്കുറിച്ച് ആദ്യം തന്നെ ചോദ്യം എന്ന നിലയ്ക്ക് എത്തുന്നതിന് മുൻപ് വ്യക്തമാക്കി. അതുകൊണ്ട്
ചോദിക്കട്ടെ, ഒരു സംഘം എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണോ ശരി, അതോ സിനിമ ഒറ്റക്കെട്ടായി ആ നിലയ്ക്കുള്ള നിലപാടുകളിലേക്ക് എത്തുന്നതാണോ ശരി? സിനിമ ഒറ്റക്കെട്ടായി ആ നിലയിലേക്ക് എത്തുന്നതാണ് ശരി. ഏത് നിലയ്ക്ക് നോക്കിയാലും അത് തന്നെയാണ് ശരി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് അതിലെ ഒരു ആലോചിച്ച് നോക്കൂ, മറ്റൊരു സ്ഥാപനമാണെങ്കിലും ഒരു സ്റ്റാഫിന് ഒരു പ്രശ്നം വന്നാൽ ആ സ്ഥാപനമാണ് കൂടെ നിൽക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രി മൊത്തമായി ഈ കുട്ടിയുടെ കൂടെ നിൽക്കണമെന്നും ഈ കുട്ടിയുടെ അടുക്കലെത്തി ഈ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഓരോരുത്തരും ആ കുട്ടിയുടെ വിഷമം എന്താണെന്ന് അന്വേഷിക്കണമെന്നും അതിനനുസരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയുമാണ് അവർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സൗഹൃദം വേണ്ടാന്നല്ല. ഇപ്പോൾ പൃഥ്വിരാജ് ഉൾപ്പെടെ മറ്റ് നടന്മാരും നടിമാരും ഉൾപ്പെടെ കൊടുക്കുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. അതുപോലെ സമൂഹം ഇവർക്ക് കൊടുക്കുന്ന കരുത്തും ഒട്ടും ചെറുതല്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് ഈ വശത്തുനിന്നുള്ള ഒരു എന്നും നിരന്തരമായി കണ്ടുകൊണ്ടിരുന്ന, നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സൗഹൃദങ്ങളും, അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്നപ്പോൾ നിരന്തരമായി അവരുമായി എന്നും കണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അവളെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും. പിന്നെ സിനിമയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ ഹർഷൻ, ആ ഒരു പോയിന്റ് കൂടി എനിക്ക് ഇതിൻ്റെ കൂടെ പറയണമെന്ന് തോന്നുന്നത്, സിനിമയിൽ പൊതുവേ എപ്പോഴും ടീച്ചർ പറഞ്ഞതുപോലെ അടിയല്ല, അല്ലെങ്കിൽ ഒരു ചുംബനം കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീ മാറുന്നതായിട്ടാണ് പലപ്പോഴും കാണിക്കുന്നത്. എത്ര വൈകൃതം പിടിച്ച മനസ്സുള്ള ഒരു ആണാണെങ്കിലും അവളെ അങ്ങനെ ഒന്ന് ലൈംഗികമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൻ അടിമപ്പെടുന്നതായിട്ടാണ്. പിന്നീട് ഇത്തരം ഒരു ബലാത്സംഗ സീനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അവനെ തന്നെ കല്യാണം കഴിക്കണം. അതല്ലാതെ അവൾക്കൊരു ജീവിതമില്ല. അതിനകത്ത് അവൾ മുരടിച്ചു പോകുന്ന ഒരു ജീവിതമാണ്. അതിൽ നിന്നെല്ലാം മാറി ഇനി പുതിയ സിനിമ എടുക്കുമ്പോൾ ആളുകൾ തീർച്ചയായും ഈ ലോകത്ത് എത്ര നാൾ ഇതെല്ലാം സ്ത്രീകളുടെ മേൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നുവോ അതുവരെ ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ, അതെത്ര നമ്മൾ തടയിട്ടാലും ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഹീറോയിസമായിട്ട് കാണിക്കാതെ, അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇവർക്കെല്ലാം അഭിനയിക്കേണ്ടി വരുമായിരിക്കും. ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കഥ എഴുതുമ്പോഴും ചില കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ അത്തരം തിന്മയുള്ള കഥാപാത്രങ്ങളെ നമ്മൾ എഴുതിയല്ലേ പറ്റൂ. അതുപോലെ അഭിനയിക്കേണ്ടിയും വരും. പക്ഷേ അതിനെ ഒരു ഹീറോ, അതാണ് മഹത്വം എന്ന് കാണിച്ച് കയ്യടി നേടാൻ തക്കവണ്ണം ഉള്ള കഥാപാത്രമായി മാറ്റാതിരിക്കാൻ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ആ നിലയ്ക്കെല്ലാം ഇന്ന് ഈ കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതും ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചതിലും പൃഥ്വിരാജിന്റെ ഈ ഒരു കൂടെ നിൽക്കുന്ന ഒരു വാഗ്ദാനത്തിലും എല്ലാം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും. ശ്രീമതി സാറാ ജോസഫ്, ഓരോ വ്യക്തിയുടെ ഓരോ പ്രസ്ഥാനത്തിൻ്റെ ദുഷ്ചെയ്തികളും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടാവും. അത് അങ്ങനെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് ഈ സിനിമാ രംഗത്തുള്ള ചിലരുടെ ഈ നടിയോടുള്ള ക്രൂരത ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന് കരുതിക്കൂടെ? അല്ലാതെ ഈ ഒരു കേസ് ഉണ്ടായിരിക്കുന്നു, ഇങ്ങനെ ഒരു ആക്രമണം ഈ പെൺകുട്ടിക്കെതിരെ ഉണ്ടായിരിക്കുന്നു, അതേക്കുറിച്ച് മാത്രം ചർച്ചയാകാം. അതിൻ്റെ ചിന്ത പുറപ്പെട്ടത് പൾസർ സുനിയുടെ തലച്ചോറിൽ നിന്നാണെങ്കിൽ അവിടെ നമുക്ക് ഒതുക്കാം എന്ന മട്ടിൽ കരുതേണ്ടതുണ്ടോ? കാരണം ഈ പൾസർ സുനിക്ക് ഇതൊരു വളരെ എളുപ്പം കീഴ്പ്പെടുത്തിയാൽ തന്നെ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു ടാർഗറ്റാണ് എന്ന തോന്നലുണ്ടാക്കുന്നത് അവർ സിനിമയിൽ അത്രമേൽ ദുർബലയാണ് എന്ന തോന്നൽ കൂടി ഉണ്ടാവുന്നത് കൊണ്ടല്ലേ? ആ തോന്നൽ കഴിഞ്ഞ 2.5 വർഷമായി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന മാന്യന്മാരാണ് ഇപ്പോൾ സങ്കടം പറയുന്നത്. വളരെ ശരിയാണ് ആ പറഞ്ഞത്. കാരണം ഈ കുറച്ചു കാലമായിട്ട് എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവ്യക്തമായ ചില ധാരണകളെ നമുക്കുള്ളൂ. അത് പുറത്ത് വരേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടി മാറ്റി നിർത്തപ്പെട്ടു, ഇനി എന്തുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടിയല്ല പോയത് എന്നാണ് ഏറ്റവും അവസാനം, പ്രത്യേകിച്ച് ലാലിൻ്റെ ഒക്കെ വെളിപ്പെടുത്തൽ. തന്നെയല്ല, വേറൊരു നടിയെ കാണുന്നതിന് വേണ്ടി പോയ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ 1 മാസമായി ഇത് പ്ലാൻ ചെയ്യായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ആ ആളിനെ കണ്ടെത്തുക എന്നുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വളരെ ദുഷ്കരമായിരിക്കും. വളരെ ശക്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മതനേതാക്കൾ, അതല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ രംഗത്തുള്ളവർ ഇത്തരത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ടാൽ ഒന്നും തെളിയിക്കപ്പെടില്ല. പുരോഹിതന്മാരും
അതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഹിസ്റ്ററി. എത്രയോ കേസുകളിൽ തെളിയിക്കപ്പെടില്ലെന്ന് മാത്രമല്ല, അതാരാണോ അനുഭവിച്ചത് അവരുടെ കഷ്ടവും നഷ്ടവും അല്ലെങ്കിൽ മരണവുമായിട്ട് അത് ഒതുങ്ങിപ്പോകുന്നു. ഇവിടെയാണ് അധികാരം ആർക്കാണ് അനുകൂലം എന്ന ചോദ്യം ഉയരുന്നത്. അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇനി ഇത് അന്വേഷിക്കേണ്ടതില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോൾ പിന്നെ നമ്മൾ എവിടേക്കാണ് സുരക്ഷയ്ക്ക് വേണ്ടി കൈ നീട്ടുക? അതല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം ഉണ്ടാകുമെന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? മുഖ്യമന്ത്രിയെ അടക്കം അലോസരപ്പെടുത്തുന്നത് ഒരു നടനിലേക്ക് ഈ ചർച്ചകൾ ചെന്ന് നിൽക്കുന്നു എന്നതാണ് എന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞതും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അല്ല, മുഖ്യമന്ത്രി അലോസരപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതാണ് അതിന്റെ ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് നമ്മുടെ അലോസരപ്പെടുകയല്ലോ വേണ്ടത്. ആരെങ്കിലും ഒരാള് ശക്തമായിട്ട് അതിന്റെ പിന്നിലുണ്ടെങ്കിൽ ആ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതല്ലാതെ കണ്ട് ആരോ അവർക്ക് വലിയ സ്വാധീനമുണ്ട്, സിനിമാ രംഗം മുഴുവൻ സ്വാധീനം ചെലുത്തും, അതുകൊണ്ട് ഇനി കേസ് വേണ്ട എന്ന് പറയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതും അദ്ദേഹവും ഒരു പരാതിയുടെ സ്വഭാവത്തിലാണല്ലോ ഇത് പറയുന്നത്. അതിനു മുമ്പ് സംഭവിച്ചത് കൂടി പക്ഷേ ഓഡിറ്റ് ചെയ്തു പോകേണ്ടേ? ഈ 2.5 വർഷമായി ഈ നടി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ആ നടി ദുർബലയാണ് എന്നുള്ള തോന്നലിലേക്ക് ആ നടിയെ ആക്രമിച്ചേക്കാമെന്ന തോന്നലിലേക്ക് ഈ ക്രിമിനലിനെ കൊണ്ടെത്തിച്ചത് എന്നുകൂടി കരുതാവുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ആ സാഹചര്യം കൂടി കർശനമായി ഓഡിറ്റ് ചെയ്ത് തന്നെ വേണ്ടേ മുന്നോട്ട് പോകാൻ? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഈ പെൺകുട്ടി തന്നെ പറഞ്ഞതായി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, അദ്ദേഹമായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് തന്നെയാണ് ആ കുട്ടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് അത് വിശ്വസിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആരുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും ചെയ്യില്ല, അത്ര മോശക്കാരനാണോ എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം, ഇദ്ദേഹത്തെ വർഷങ്ങളായിട്ട് അറിയാം, ഈ നടനെ നമ്മളെല്ലാം വളരെ നല്ല സൗഹൃദമുള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം തീർച്ചയായും ബാധിക്കപ്പെട്ടവരുടെ കൂടെ തന്നെ ആയിരിക്കും നിൽക്കുക. പക്ഷേ കുട്ടിക്ക് തന്നെ സംശയമില്ല, എനിക്ക് ഞാൻ അങ്ങനെ സംശയിക്കുന്നില്ലെന്നാണ്. അതാണ് ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ സംശയത്തെക്കാൾ ആ പ്രതി ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള അന്വേഷണങ്ങൾ പോലും ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന സംശയം ഉള്ളതുകൊണ്ടാണ് ഈ ചർച്ച ഈ വിഷയം പറഞ്ഞു തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ആദ്യം പറഞ്ഞ ഈ നടിക്കുള്ള എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു.